ഒരു അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 99 MG റോഡിലെ ആലപ്പാട് ജ്വല്ലറിയിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇത് പറയാം, ഞാൻ ജനിച്ചു വളർന്നത് എന്ന് പറയുന്നത് മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈപ്പിൽ മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറായി ബീച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം ഞാൻ ആ നാട്ടിൽ ഈ പറയുന്നതുകൊണ്ട് അവിടെ വൈറ്റിംഗ് ചാനലിൻ്റെ ചെറിയ അവതാരം എന്നൊക്കെയാണ് ഫാമിലി ചോയ്സ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പം മൂക്കില്ല രാജ്യത്തെ മുറുമുക്കൻ രാജാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ മോഡലാണെന്നൊക്കെ പറഞ്ഞ് നല്ല ഇപ്പോഴും മോഡലാണ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മോഡലാകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ മുദ്രയിലെ മിൽട്ടൻ ചേട്ടൻ വഴി ഞങ്ങൾക്ക് മുദ്ര അഡ്വർടൈസ്മെന്റ് കമ്പനി ഉണ്ട്. അതായത് കേരളത്തിലെ എനിക്ക് തോന്നുന്നു അംബാനി ഗ്രൂപ്പിന്റെ കമ്പനിയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടുത്തെ അഡ്വർടൈസ്മെന്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്ന പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു മിൽട്ടൻ ചേട്ടൻ വഴിയാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുവിടുന്നത്. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ ഈ 25 ഇയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മോഡലിംഗ് ചെയ്ത് അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടി പല സ്ഥലത്തും വന്നപ്പോൾ എന്നെയും ഇവനെയും കളിയാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളെ കാണാനായിട്ട് ഒരു മലയാളി ലുക്കില്ലെന്നേ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഒരു നേപ്പാളി ലുക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് പറ്റിയതല്ല ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് പല ഡയറക്ടേഴ്സും അല്ലെങ്കിൽ പല സ്ഥലത്തും ചാൻസ് ചോദിച്ചിട്ട് എന്നെക്കാളും കൂടുതൽ ഇവനാട്ടോ. ഇവന് ശരിക്കും കാരണം ഇവനൊരു സെലിബ്രിറ്റി ഫാമിലിയിലുള്ള ഒരാളും കൂടിയാണ്. വേറെ ഒന്നല്ല, നിങ്ങളെല്ലാവരും അറിയും. അതായത് മറ്റേ മലയാള സിനിമയിൽ തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഉണ്ണിമേരി എന്ന് പറഞ്ഞ ആക്ട്രസ് ഇവന്റെ ആന്റിയാണ്. അപ്പൊ ഇവന് ആ ഒരു എന്താ പറയാ അഭിനയ രംഗത്തേക്ക് എന്നെക്കാളും കൂടുതൽ വരണമെന്ന് അമിതമായി താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് നവീനും ഞാനും അന്ന് പരിചയപ്പെടുന്നത്. പക്ഷേ എന്തോ എനിക്ക് അത് ഈ 2004 എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്താ പറയാ ഈ മോഡലിങ്ങും അതിലൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പ്രാരാബ്ധങ്ങളായി. അങ്ങനെ ഞാൻ അത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ ജോലിക്ക് കയറി. BPL മൊബൈലിലാണ് എൻ്റെ ജോലി തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ നേരെ എവിടെ നമ്മുടെ BPL മൊബൈലിൽ ഒരാളെ കാശ് തരാം, അത് CRM എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. അത് വേറെ ഒന്നുമല്ല, ഈ പൈസ കോള് വിളിച്ചിട്ട് പൈസ തരാത്തവരെ കണ്ടുപിടിച്ചിട്ട് പൈസ മേടിക്കുകയും ചെയ്യണം. ഭീഷണിപ്പെടുത്തി ചിലപ്പോ ഇയാള് വളരെ മാന്യമായി കഴുത്തേല് കത്തിയൊക്കെ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. തന്നില്ല ബില്ലടച്ചിന് ഉണ്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാജേഷ് CS എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ ചെയ്യലും. അദ്ദേഹം അവിടുത്തെ സർവീസ് അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. അദ്ദേഹമാണ് എന്നോട് ഓട്ടോമൊബൈലിൽ നീ സെയിൽസിൽ പറ്റുന്ന ആളാണ്, നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2005 എൻ്റെ ഓട്ടോമൊബൈൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2005 ഞാൻ പോപ്പുലർ ഹുണ്ടായിൽ സീനിയർ സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പോകുന്നു. ഇനി എൻ്റെ മാത്രം ഇത് ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഒരുപാട് പറഞ്ഞുള്ള കാര്യം. പിന്നെ ഇവന് രാജേഷിന് വേണ്ടി ഞാൻ ഈ പറയുന്ന പോലെ അന്ന് ആ 25 വർഷം ആ സമയത്താണ് ഞാൻ ഇയാളെ പരിചയപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ആ സമയത്ത് കാണാൻ പോയതാണ്. തെങ്കാശിപട്ടണം ഞങ്ങൾ അന്ന് ഏതായിരുന്നു അന്ന് ഇതുപോലെ ഷൂട്ട് എന്തോ നടക്കായി എന്തോ ഒരു സംഭവം നടന്നു അവിടെ. അവരെ അന്ന് ഞങ്ങൾക്ക് റെമ്യൂണറേഷൻ തന്നതെന്ന് വെച്ചാൽ 250 റുപ്പീസാണ് ഇയാൾക്ക് കൊടുത്തത്. എനിക്ക് അന്ന് 1000 ഉണ്ടായി. നവീൻ അർഗൽ ഇന്നിപ്പോൾ എല്ലാവർക്കും പ്രഷർക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിലൂടെയും ഒരുപാട് സീരിയലിലൂടെയും അതുപോലെ ഏഷ്യാനെറ്റ് സീരിയലിൽ പ്രണയം എന്ന് പറഞ്ഞ സീരിയലിൽ മറ്റേ ബെറ്റ് വെച്ചിട്ട് അതത് ഇവൻ കാരണം എനിക്ക് 2 അവാർഡും കിട്ടും. അവാർഡ് മേടിക്കുമെന്ന് ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ പുള്ളിക്ക് അതിൻ്റെയൊക്കെ ഇൻസിഡന്റ് ഒക്കെ വഴിയിൽ പറയാം. ഒത്തിരി ഉണ്ട്. അത് ഒറ്റ അതിനകത്തുനിന്ന് ഇത് മേടിച്ച ആളാണ് ഏത് അതിലെ ബെസ്റ്റ് വില്ലൻ ആക്ടർ എന്നുള്ള രീതിയിൽ അവാർഡ് ഏഷ്യാനെറ്റിന്റെ അവാർഡ് മേടിച്ചവരാണ്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിരുന്നു. കാര്യം ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അല്ല, അത് ശരിയാണ്. അവാർഡ് കിട്ടുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് എന്താ പറയാ ഇൻസൾട്ടിങ്ങും അതുപോലെ തന്നെ നമ്മൾ ചാൻസ് ചോദിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇയാള് താൻ തന്നെ പറയണോ? കാരണം താൻ അവാർഡ് മേടിക്കാൻ വേണ്ടി അല്ല അവാർഡ് കേറ്റാത്തതിന്റെ ഒന്നുമല്ല. അത് ഈ പറയണ പോലെ എനിക്കൊരു വാശിയായിരുന്നു. കാര്യം എനിക്ക് അവാർഡ് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മളവിടെ എന്താ പറയുന്ന സ്റ്റേജിലൊക്കെ ചെല്ലുമ്പോ അങ്ങനെയല്ല ഇയാൾ മറന്നോട്ടുണ്ടാവും. ഇയാൾ പറഞ്ഞ കേസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് ഇയാളുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ. വേറെ ഒന്നുമല്ല,
ഇയാള് അതൊന്നും പറയാം നെഗറ്റീവ് ആണോ അത് പറയണ്ടേ? അത് പറയുന്നത് അത് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ എന്തിനാ ആവശ്യത്തിന് എന്തിനാണ് നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാം. നമുക്ക് റിവഞ്ച് അല്ല നമ്മളെപ്പോഴും നമുക്കെപ്പോഴും ചിന്തിക്കേണ്ട എന്റെ ലൈഫിലുണ്ട്. ഞാനെപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാനെപ്പോഴും ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ ചെയ്യുക. ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും സാക്രിഫൈസ് ഒക്കെ വരും. പക്ഷെ അതൊക്കെ എല്ലാവർക്കും ഞാനെന്നല്ല ഞാൻ പറയുന്നത് സിനിമ ജയസൂര്യ കണ്ടിട്ടില്ലേ? അതായത് ഒരു മനുഷ്യന് അതായത് ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് അവൻ എന്താ പറയുക, ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് അവന് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ആകണം എന്നുള്ളൊരു സാധനം. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ട്രാജഡി ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അത് വഴിയെ പറയണ്ട, നമുക്കൊരു ചായ കുടിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാനിത് പറയണം, എങ്ങനെയാണ് തനിക്ക് ആ ഒരു പ്രചോദനം ഉണ്ടായതെന്ന് പറയണം. പ്രചോദനം ഉണ്ടായത് എന്റെ പ്രിയ സുഹൃത്ത് രാജേഷാണ്. ഇത് പറഞ്ഞു വരുമ്പോ ഇത്രയുള്ളു, രാജേഷാണ് എനിക്ക് പ്രചോദനം തന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടം വരെ വലുതായിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ പ്രചോദനം എന്റെ പ്രിയ സുഹൃത്തായ രാജേഷാണ്. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. എന്താണ് സുഹൃത്തുക്കളായി പറയില്ല. കാരണം എന്താണെന്നറിയോ, ഇയാള് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഇയാളെ കയറ്റാതെ വന്നപ്പോ അത് എവിടെയാണ് എന്താന്ന് ഞാൻ പറയില്ല. പക്ഷെ അതൊരു എന്താ പറയാ ഒരു സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഭയങ്കര ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അതെന്താന്ന് പറയില്ല. പക്ഷെ ഇയാൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുകയും അവിടുത്തെ സെക്യൂരിറ്റി ഇയാളെ കയറ്റാതെ വന്നപ്പോ ഇയാൾക്ക് അവിടെ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. അവിടെ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ ആത്മഹത്യ ഞാനുള്ള ഒരു സ്ഥലത്ത് ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ആത്മഹത്യാ ഭീഷണി മുടക്കി ആത്മഹത്യാ ഭീഷണി പറഞ്ഞതിന് ശേഷം അവസാനം എനിക്ക് അവാർഡ് കിട്ടി. വാ ഇങ്ങോട്ട് വാ. ബെസ്റ്റ് വില്ലെന്നുള്ള അവാർഡ് അതിന്റെ പ്രചോദനം 2017 അന്ന് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്ന രാജേഷ് ആയിരുന്നു. കാര്യം ആ രണ്ട് വർഷം എന്ന് പറഞ്ഞത് കാരണം ഇയാള് 25 വർഷമായിട്ട് സഹിക്കുന്നത് ഞാൻ അത് എന്താ പറയാ പ്രചോദനം കൊടുക്കാതെ ഇയാള് 25 വർഷമായിട്ട് 25 വർഷം എന്ന് പറയുമ്പോ അപ്പൊ രാജേഷിന്റെ വയസ്സ് എത്രയായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എത്ര വയസ്സായിരുന്നു? 53 വയസ്സ്. നിങ്ങൾ ഇപ്പൊ രാജേഷ് 53 വയസ്സ്. അപ്പൊ നമുക്ക് പിന്നോട്ട് ചിന്തിക്കാം. ചായ കുടിച്ചിട്ട് വരാം. വണ്ടി കയറി. ഇതെന്റെ പ്രിയ സുഹൃത്ത് എടുത്ത ഓഡി കാറ്. ഇത് Q3 എന്ന് പറയുന്ന മോഡലാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ കാർ എടുക്കണമെന്ന്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതുകൊണ്ട് തന്നെ ഈ കാർ എടുത്തതിന്റെ ചെലവും കൂടി ഇന്ന് വരുന്നുണ്ട്. അതെന്താ കാർ എടുത്തിട്ട് എത്ര നാളായി? അല്ല എന്നാലും എന്റെ പൊന്നു സുഹൃത്ത്, ഇയാൾക്ക് ഫുൾ ടൈം ചെലവാണ് സുഹൃത്തുക്കളെ. ഇയാള് ഇതൊക്കെ കാർ മേടിച്ചിട്ട് ഒത്തിരി നാളായി. ഒരു സെലിബ്രിറ്റി അല്ലേ, നിനക്ക് ചെയ്യണോണ്ട് ഇപ്പൊ എന്താ, നിനക്ക് ചാൻസ് ഇടണമെങ്കിൽ മതി. രാജേഷ് എന്റെ അടുത്ത പ്രോജക്ട് നല്ലൊരു ക്യാരക്ടർ ഞാൻ കൊടുക്കും. അടുത്ത പ്രോജക്ട് അപ്പൊ ഒരു ചായ, ഉപ്പിയല്ല ചായ. അപ്പൊ സുഹൃത്തുക്കളെ നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം. ഒന്ന് ചായ കുടിച്ചിട്ട് ചായ കുടിക്കണൊക്കെ കൊള്ളാം. ചായ മാത്രം മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം? എനിക്ക് ചായ മാത്രം മതി. പക്ഷെ ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ നമ്മൾ ചായ കുടിക്കാം, അന്ന് നമ്മള് വൈകിട്ട് ഡിന്നർ കഴിക്കാം, നിന്റെ ചെലവെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവസാനം ഞാനാ പൈസ കൊടുക്കുന്നത്. ആ പരിപാടി നടക്കൂല കേട്ടാ. ചായ ആയതുകൊണ്ട് ചിലപ്പോൾ മേടിച്ചു തരും. പക്ഷെ 100 രൂപ കൂടുതലുള്ള ബില്ലാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചു തരും. അതാണ് എന്റെ പ്രിയ സുഹൃത്ത് പറയണത്. ഒന്നും വിശ്വസിക്കണ്ട കേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇയാള് പരിചയപ്പെട്ട അന്ന് പോലെ ഇന്ന് വരെ ഇയാളുടെ ഈ ചെലവെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാഗത്തൊന്നും ഒന്നും കൂടി കിട്ടിയിട്ടില്ല. എല്ലാം മണ്ണുമാന്തി കപ്പൽ പോലെ അങ്ങോട്ട് മമ്മട്ടി ഇത് ഞാൻ മമ്മട്ടി ആണെങ്കിൽ മണ്ണുമാന്തി കപ്പൽ എന്നൊക്കെ പറയില്ല. മൊത്തം ഒരു ഏരിയ വലിച്ചിട്ട് പോകേണ്ട ടൈപ്പാണ്. എന്നിട്ടാണ് ഈ പറയണത്. പക്ഷെ ഈ കാറൊക്കെ അടിപൊളി കാറാണ്, പക്ഷെ തണുപ്പ് കുറവുണ്ട്. അങ്ങനെ പറയാം. ഇപ്പൊ ഇത് ബ്ലാക്ക് വണ്ടിയാണ്. ഇതിപ്പോ നമ്മൾ AC ഇട്ടോളൂ. ഇവിടെ നിന്ന് 100 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ആ ചായക്കടയിലായിട്ട്. താനും തന്നെ കേറുമ്പോ തന്നെ നെഗറ്റീവ്. സുഹൃത്തെ എന്റെ വണ്ടി പോർഷെ ബ്ലാക്ക് ആണ്. അതിന് ഇതുവരെ ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഈ കടയിലാട്ടോ വരുന്നത്, ക്രിസ്റ്റൽ ബേക്കറി.
ഇത് ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ഷോറൂം തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ചായ കുടിക്കുന്നത്. നോക്കിയാൽ ആൽബി ആ ക്രിസ്റ്റൽ ബേക്കറി എന്ന് കാണിച്ച്, ക്രിസ്റ്റൽ ബേക്കറിയിൽ നിന്നാണ് ഇയാൾക്ക് ഫുള്ള് പറ്റുള്ളത്. അതാണ് ഉദ്ദേശിച്ചത്. ഇത് ശരിയാണ് ഓൻ പറഞ്ഞത്. നമുക്ക് എവിടെ ചെന്നാലും പറ്റാണുള്ളത്. എന്തായാലും നമുക്ക് ചായ കുടിക്കാം. സുഹൃത്തിന് വേണ്ടേ ചായ എന്ന് പറഞ്ഞാൽ വന്നത്. ചായക്ക് മേടിച്ചെന്ന് ഇയാൾ ഇവിടെ വന്നിട്ട് പ്ലേറ്റ് മാറ്റി. കാരണം ടൈമും ഓവറായി. ക്ലൈമറ്റിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അങ്ങനല്ല, എനിക്കൊരു ചായ വാക്ക് പറയാൻ വാക്കരുത്. ചായ പറഞ്ഞാൽ ചായ മേടിച്ചു. ചായ കുടിച്ചു. 2 ദിവസം കുടിക്കാം. കണ്ട, ഇതാണ് സ്വഭാവം. എന്ത് പറയാനായിട്ടാണ് നിങ്ങളുടെ സ്വഭാവം ഇതാണ്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ തീരുമാനിക്കുക. ഈ ക്ലൈമറ്റിൽ ചൂട് സമയത്ത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് തന്നെ. ചായ കുടിക്കാന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷെ പുറത്തിറങ്ങിയത് ഭയങ്കര ചൂട്. പിന്നെ വണ്ടിയിലാണെങ്കിൽ വണ്ടിയിലും ചൂട്. ശരിയല്ല. അപ്പൊ അതുകൂടി വന്നപ്പോഴാണ് എനിക്ക് ബോഡി ഡീഹൈഡ്രേഷൻ. 34 ഡിഗ്രി ആയിരുന്നു. ഭയങ്കര ചൂടാണ്. രക്ഷയില്ല, ചൂട് ഭയങ്കര ചൂടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഞങ്ങൾ ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത തള്ളിലോട്ട് കിടക്കാം. അടുത്ത തള്ളിലേക്ക് കിടക്കാം. ഓക്കെ.